നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയുടെ മാന്ത്രികമായ തിരിച്ചുവരവിൻ്റെ സന്തോഷത്തിനിടയിലും ലിയോ മെസ്സി കളിക്കളത്തിൽ വിതുമ്പുന്ന കാഴ്ച ആരാധകരുടെ ഇടനെഞ്ചിൽ തട്ടിയതാണ്. എന്തിനാണ് മെസ്സി കരഞ്ഞത്? അദ്ദേഹം ആദ്യ കളിക്ക് ശേഷം കരഞ്ഞു. അതിന് പുറകിലൊരു കാരണമുണ്ടായിരുന്നു, നമുക്കറിയാലോ. ആ ഗോൾ അടിച്ചിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ഒക്കെ അന്ന് ചർച്ചയായി. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പിന്നീട് പുറത്തേക്ക് വന്നു. ഇത്തവണ കരഞ്ഞത് എന്തിനാണ്? കളിക്ക് ശേഷം ലിയോ മെസ്സി വ്യക്തമായി പറയുന്നു, ഐ ക്രൈഡ് ബിക്കോസ് ഐ വാസ് റിയലി ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ഓഫ് പെനാൽറ്റി ഐ മിസ്ഡ്. ഞാൻ ആ പെനാൽറ്റി മിസ് ചെയ്തതും ദി വേ ഐ ടുക്ക് ഇറ്റ്, ഞാൻ അത് എടുത്ത കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. കാരണം ഞാൻ ആ പെനാൽറ്റി സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഗെയിം മറ്റൊരു രൂപത്തിലേക്ക് മാറുമായിരുന്നു. കാരണം ഞങ്ങൾ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവർ ഗോൾ അടിച്ചെങ്കിലും ഞങ്ങൾ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ പെനാൽറ്റി മിസ് ചെയ്തുകൊണ്ട് എൻ്റെ സഹതാരങ്ങളെ ഞാൻ ഡൗൺ ആക്കിയില്ലേ, അവർക്ക് കൂടി ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ എന്ന് ഓർത്തിട്ടാണ് കരഞ്ഞത്. ആ പെനാൽറ്റി മിസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ക്ലിയർ ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് ഇൻ ദി എൻഡ് കളിച്ചത്. സോ ആ ഈക്വലൈസർ നേടാൻ കഴിഞ്ഞതും തിരിച്ചു വന്ന് വിജയിച്ച് കയറിയതും ഒക്കെ ഒരു ഹ്യൂജ് റിലീഫായിരുന്നു, ഒരു റിലീസായിരുന്നു. എബോവ് ഓൾ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് സ്റ്റിൽ ഞങ്ങൾ ഇവിടെയുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ്, അതായത് ആ പെനാൽറ്റി മിസ് ചെയ്തുകൊണ്ട് അത് എൻ്റെ സഹതാരങ്ങളെ ലെറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. ഏതായാലും മെസ്സി തന്നെ ടീമിൻ്റെ തിരിച്ചുവരവിന് കാരണക്കാരനായി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോളും അസിസ്റ്റുമായിട്ട് മെസ്സി വളരെ മികച്ച രൂപത്തിൽ ടീമിനായിട്ട് പ്രകടനങ്ങൾ നടത്തി. അങ്ങനെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും അദ്ദേഹം ആലോചിക്കുന്നത് തൻ്റെ ആ ഒരു പെനാൽറ്റി മിസ് അത് സഹതാരങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐ വാസ് റിയലി ആംഗ്രി അബൌട്ട് ദി പെനാൽറ്റി. ഞാൻ അതിനെക്കുറിച്ച് വലിയ ദേഷ്യത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ വീണ്ടും ഞാൻ പെനാൽറ്റി മിസ് ചെയ്തു. ഞാൻ ആ പെനാൽറ്റി ഗോളാക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ എല്ലാം മാറിയേനെ. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് യെറ്റ് അനദർ എക്സാമ്പിൾ ഓഫ് പ്രൈഡ്, ക്യാരക്ടർ ആൻഡ് ഡിസയർ. ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ടീമിൻ്റെ കാര്യത്തിൽ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിന് എത്താം.